ഹായ് കൂട്ടുകാരെ, സാമൂഹ്യശാസ്ത്ര ക്വിസ് മത്സരത്തിന് റെഡിയായിട്ടിരിക്കുകയാണോ? അടിച്ചു പൊളിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ പഠിത്തം കുറച്ചുകൂടി എളുപ്പമാക്കാനും കുറേ തമാശകളൊക്കെ പറഞ്ഞ് രസകരമാക്കാനും വേണ്ടിയുള്ള ചില സൂപ്പർ കാര്യങ്ങളുമായാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരുപാട് സാമൂഹ്യശാസ്ത്ര ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാൻ പോകുകയാണ്. ശരിക്കൊരു ക്വിസ് റൗണ്ട് പോലെ നമ്മൾ കളിച്ചും ചിരിച്ചും പഠിക്കും. നമ്മുടെ മിഷൻ എന്താണോ? ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ച് ക്വിസിൽ സ്റ്റാർ ആകണം, ഫുൾ മാർക്ക് വാങ്ങണം. റെഡിയല്ലേ? ശിക്കാരി ശംഭുവിന് കാട്ടിലല്ലേ ഹീറോയിസം, നമുക്ക് പഠിച്ച് നാട്ടിലെ ഹീറോകളാവാം. അതുകൊണ്ട് ഒരു ചോദ്യം പോലും മിസ്സാക്കരുത്, ശ്രദ്ധിച്ചു കേൾക്കണം. മുഴുവൻ കേട്ടാൽ ഉറപ്പാണ് ക്വിസ് നിങ്ങൾ തൂക്കും. അതെ, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ക്വിസ് മത്സരത്തിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓരോ ഉത്തരവും എന്തുകൊണ്ട് ശരിയാകുന്നു എന്നും അതിന്റെ പിന്നിലെ ചെറിയ കഥകളും നമുക്ക് വേഗത്തിൽ നോക്കിപ്പോകാം. അറിവ് നേടുന്നത് എപ്പോഴും ഒരു രസമല്ലേ? അപ്പൊ തുടങ്ങാമല്ലേ? ലെറ്റ്സ് ഗോ. നമ്മുടെ സാമൂഹ്യശാസ്ത്ര ലോകത്തേക്കൊരു മിന്നൽ യാത്ര. ആദ്യത്തെ ചോദ്യം പിടിച്ചോ. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ നടത്തിയ ആഹ്വാനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അതിന്റെ ഉത്തരം കുണ്ടറ വിളംബരം. തിരുവിതാംകൂർ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരുടെ ഇടപെടലിനെതിരെ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് നടത്തിയ ഒരു പ്രഖ്യാപനമാണിത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ നാട്ടുകാരോട് ആവശ്യപ്പെട്ടു. കൊള്ളാം. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ നാട്ടിൽ നടന്ന ആദ്യത്തെ വലിയ അലർച്ച. ശരിക്കും ഒരു ബാഹുബലി ഹീറോയായിരുന്നു വേലുത്തമ്പി ദളവ. ഓക്കെ, അടുത്തത് മിന്നൽ വേഗത്തിൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ഉത്തരം വയനാട്. വയനാടിന് കർണാടക, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തിയുണ്ട്. കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ ജില്ല. വയനാടൻ ചുരം കയറുന്ന സുൽത്താനാണ് ഞാൻ. നല്ല കോടമഞ്ഞും കാപ്പിയുടെ മണവുമൊക്കെയുള്ള അടിപൊളി സ്ഥലം. അടുത്തതിലേക്ക്. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ വെച്ച് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന പുരാതന നദീതീര ഉത്സവം ഏതായിരുന്നു? അത് മാമാങ്കമാണ്. പണ്ടുകാലത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന വലിയൊരു ഉത്സവമായിരുന്നു ഇത്. വലിയ കച്ചവടവും ആഘോഷങ്ങളും ഒക്കെ നടന്നിരുന്നു. ഓഹോ, മാമാങ്കം സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിലെ പോലെ വലിയ ആഘോഷങ്ങളും ചിലപ്പോൾ പോരാട്ടങ്ങളുമൊക്കെ അന്ന് നടന്നിരുന്നു. ശരി, അടുത്ത ഹീറോയെക്കുറിച്ചുള്ള ചോദ്യം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഉത്തരം പി രാജഗോപാലാചാരി. 1910 ഇത്. ഭരണകൂടത്തിലെ തെറ്റുകൾ സ്വദേശാഭിമാനി പത്രത്തിലൂടെ തുറന്നു പറഞ്ഞതിനാണ് അദ്ദേഹത്തെ നാടുകടത്തി തിരുനെൽവേലിയിലേക്ക് അയച്ചത്. സത്യം പറഞ്ഞതിന് നാടുകടത്തുകയോ? അയ്യോ, കഷ്ടം. ശരി, അടുത്ത പുഴയിലേക്ക്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമേത്? ഉത്തരം ആനമല. ഇത് തമിഴ്നാട്ടിലാണ്, പാലക്കാട് ജില്ലയോട് ചേർന്ന്. പൊള്ളാച്ചിക്കടുത്തുള്ള ആനമലയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. നീള എന്നും ഭാരതപ്പുഴ അറിയപ്പെടുന്നുണ്ട്. ആനമലയിൽ നിന്ന് തുടങ്ങി നമ്മുടെ സ്വന്തം നിളയായി ഒഴുകുന്നു. പുഴകളൊക്കെ നമ്മുടെ ജീവനാണല്ലേ. അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവിലേക്ക്. 1907 സാധുജന പരിപാലന യോഗം ആരംഭിച്ചത് ആരായിരുന്നു? അത് അയ്യങ്കാളിയായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണിത്. അവർക്ക് പൊതുവഴി നടക്കാനും സ്കൂളിൽ പോകാനുമൊക്കെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാടി. എല്ലാവർക്കും റോഡിലൂടെ നടക്കാനും പഠിക്കാനും ഒക്കെയുള്ള അവകാശത്തിനായി പോരാടിയ സൂപ്പർ ഹീറോ. അടുത്തതൊരു പ്രധാനപ്പെട്ട വാക്യം. ശ്രദ്ധിച്ചു കേൾക്കണേ കൂട്ടുകാരെ. ആ പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണവാർത്ത ഈ വാക്കുകളിലൂടെ ലോകത്തെ അറിയിച്ചതാരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഗാന്ധിജിയുടെ മരണം രാജ്യത്തിന് എത്ര വലിയ നഷ്ടമാണെന്ന് ഈ വാക്കുകൾ പറയുന്നു. റേഡിയോയിലൂടെയാണ് അദ്ദേഹം ഇത് ലോകത്തെ അറിയിച്ചത്. നെഹ്റുവിന്റെ വാക്കുകൾ കേട്ടാൽ ഇപ്പോഴും സങ്കടം വരും. അടുത്തത് മണ്ണിനെക്കുറിച്ച്. പാലക്കാട് ജില്ലയുടെ കിഴക്കുഭാഗത്ത് മാത്രമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് പരുത്തിക്കരിമണ്ണ്, അല്ലെങ്കിൽ ലാവമണ്ണ് എന്നും പറയും. ചിറ്റൂർ താലൂക്കിലാണ് ഇത് കൂടുതലുള്ളത്. പരുത്തി കൃഷിക്ക് വളരെ നല്ല മണ്ണാണത്. ശരിയാണോ? അതെ, അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവ പൊടിഞ്ഞുണ്ടായ മണ്ണാണെന്നാണ് പറയുന്നത്. മണ്ണിന് പല കളറാണല്ലേ. ചോക്ലേറ്റ് കളറുള്ള മണ്ണ്, ചുവന്ന മണ്ണ്. ഇത് പരുത്തിക്ക് ഇഷ്ടപ്പെട്ട കറുത്ത മണ്ണ്. ഓക്കെ, അടുത്ത സമ്മേളനം. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് അത് നടത്തിയത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആ സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരു. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അടുത്തത് കാടിലെ ഒരു പ്രധാന കാര്യം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ ജൈവ വൈവിധ്യം നിലനിർത്തുന്ന പ്രധാന നദി ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. അണക്കെട്ടുകളില്ലാത്ത, അധികം മലിനമാകാത്ത ശുദ്ധമായ നദിയാണിത്. സൈലന്റ് വാലിയിലെ മരങ്ങൾക്കും മൃഗങ്ങൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാടിനെയും പുഴയെയും നമ്മൾ സംരക്ഷിക്കണം അല്ലേ കൂട്ടുകാരെ? അല്ലെങ്കിൽ അവിടുത്തെ മാൻകുട്ടികളും കിളികളും എന്തു ചെയ്യും? നമ്മൾ ഡിങ്കനെ പോലെ കാട് സംരക്ഷിക്കണം. അടുത്ത ചോദ്യം കൃഷിയിൽ നിന്ന്. കേരളത്തിലെ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട പദമാണ് മുണ്ടകൻ? ഉത്തരം നെല്ല്. നെൽകൃഷിയിലെ ഒരു സീസൺ, ഒരു കൃഷിക്കാലമാണ് മുണ്ടകൻ.
സാധാരണയായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതച്ച് ഡിസംബർ ജനുവരിയിൽ കൊയ്യുന്ന കൃഷി. ഓഹോ. വിരിപ്പ്, പുഞ്ച എന്നിവയാണ് മറ്റ് പ്രധാന കൃഷിക്കാലങ്ങൾ. മുണ്ടകനും വിരിപ്പും പുഞ്ചയുമൊക്കെ നമ്മുടെ ചോറിനു പിന്നിലുണ്ട്. അടുത്തത് കടലിലേക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ ഏത് ജില്ലയിലാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. വലിയ മീൻപിടുത്ത ബോട്ടുകൾ ഒരുപാട് വന്നുപോകുന്ന, ധാരാളം മത്സ്യം കിട്ടുന്ന ഒരു പ്രധാന തുറമുഖമാണ് പുതിയാപ്പ. കടലിൽ പോയി നിറയെ മീനുമായി വരുന്ന ബോട്ടുകൾ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട്ടെ പുതിയാപ്പ ഒരു വലിയ മീൻപിടുത്ത ഹബ്ബാണ്. അടുത്തതൊരു ചരിത്ര പ്രഖ്യാപനം. 1936 നവംബർ 12-ന് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. താഴ്ന്ന ജാതിക്കാർ എന്ന് കണക്കാക്കിയിരുന്നവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയ ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു അത്. കൊള്ളാം, എല്ലാവർക്കും അമ്പലത്തിൽ പോകാൻ പറ്റി. അതൊരു വലിയ കാര്യമായിരുന്നു അന്ന്. അടുത്തതും ഒരുമയുടെ കാര്യം. വ്യത്യസ്ത ജാതിക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മിശ്രഭോജനം പരിപാടി നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അത് സഹോദരൻ അയ്യപ്പൻ. 1917 കൊച്ചിയിലെ ചെറായിൽ വെച്ചാണിത് പ്രധാനമായി നടത്തിയത്. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. നല്ല കാര്യമല്ലേ? എല്ലാവരും കൂട്ടുകാരായി ഒരുമിച്ചിരുന്ന് ബിരിയാണി കഴിക്കുന്നത് പോലെ. എന്ത് രസായിരിക്കും. അടുത്തത് കേരളത്തിലെ ജലലോകം. 2005 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം വേമ്പനാട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി ഇത് പരന്നു കിടക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ കായലിലാണ് കേട്ടോ. ഹൗസ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ കിടു കായലാണ് വേമ്പനാട്. അടുത്തത് നമ്മുടെ നിയമസഭയെക്കുറിച്ച്. കേരള നിയമസഭയിലേക്ക് ആദ്യമായി പൊതുതിരഞ്ഞെടുപ്പ് നടന്ന വർഷമേത്? അത് 1957-ലാണ്. കേരളം ഒരു സംസ്ഥാനമായി രൂപീകൃതമായ ശേഷം, അതായത് 1956 നവംബർ 1-ന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ്. EMS നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യ മുഖ്യമന്ത്രി. അപ്പോ 1957-ലാണ് നമ്മുടെ ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നത്. അടുത്തത് ഒരു എരിവുള്ള ചോദ്യം. പന്ന്യൂര് 1 ഏത് വിളയുടെ പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കുരുമുളക്. ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സങ്കര ഇനം, അതായത് ഹൈബ്രിഡ് കുരുമുളകിനമാണ്. കണ്ണൂർ ജില്ലയിലെ പന്ന്യൂരിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് ഇത് വികസിപ്പിച്ചത്. കുരുമുളകിന് കറുത്ത പുന്നെന്നും പേരുണ്ട് കേട്ടോ. ശരിക്കും സ്വർണം പോലെ വിലപിടിപ്പുള്ളതുകൊണ്ട്. അടുത്തത് ഒരു ത്യാഗത്തിന്റെ കഥ. ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിനായി കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയതിലൂടെ ചരിത്രത്തിൽ ഇടം നേടിയ വനിത ആരായിരുന്നു? ഉത്തരം കൗമുദി ടീച്ചർ. 1934 വടകരയിൽ വെച്ച് ഗാന്ധിജി പ്രസംഗിക്കുമ്പോഴാണ് അന്ന് 16 വയസ്സുള്ള കൗമുദി തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവളകളും മാലയുമൊക്കെ ഊരി നൽകിയത്. അയ്യോ, എന്ത് നല്ല മനസ്സാണല്ലേ! ഒരു ചെറിയ കുട്ടി രാജ്യത്തിനു വേണ്ടി തന്റെ സമ്മാനം മുഴുവനും കൊടുത്തു. ഭയങ്കരം. അടുത്തത് പരിസ്ഥിതി സ്നേഹം. കണ്ടൽ ചെടികൾ നട്ടുവളർത്തിയ പരിസ്ഥിതി സംരക്ഷകൻ ആരായിരുന്നു? ഉത്തരം കല്ലൻ പൊക്കുടൻ. കണ്ടൽ കാടുകൾ നമ്മുടെ തീരങ്ങളെ കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനായി ജീവിതം മാറ്റിവെച്ച ആളാണ് കണ്ണൂരുകാരനായ അദ്ദേഹം. കണ്ടൽ കാടുകൾക്ക് ഒരു സൂപ്പർമാൻ. അടുത്തത് ഒരു ഡാം. കേരളത്തിലെ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാർ നദിക്ക് കുറുകെയാണ് ഈ ഡാം. അവിടെ ഒരു മുതല വളർത്തൽ കേന്ദ്രവുമുണ്ട്. ഓ, തിരുവനന്തപുരത്തുകാർക്കിത് നന്നായി അറിയാമായിരിക്കും. അടുത്തതൊരു രാജവംശം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. എന്തു പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം അറയ്ക്കൽ രാജവംശം. കണ്ണൂർ സിറ്റി കേന്ദ്രമായി ഭരിച്ചിരുന്ന രാജവംശമാണിത്. അറയ്ക്കൽ BV എന്നായിരുന്നു ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലൊരു മുസ്ലിം രാജവംശം. കൊള്ളാം. അടുത്തത് മഴയെക്കുറിച്ച്. നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് തുലാവർഷമെന്നാണ് അറിയപ്പെടുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ പെയ്യുന്ന മഴയാണത്. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇടവപ്പാതി കാലത്തും തുലാവർഷകാലത്തും സ്കൂളിൽ പോകുമ്പോൾ കുടയെടുക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ നനഞ്ഞു കുളിക്കും. കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതായിരുന്നു? അത് കുറിച്ചറായിരുന്നു. വയനാടൻ കാടുകളിൽ താമസിക്കുന്ന അമ്പെയ്ത്തിൽ വളരെ കേമന്മാരായ ആദിവാസി വിഭാഗം. തലക്കൽ ചന്തു ഒരു പ്രധാന കുറിച്ചർ നേതാവായിരുന്നു. പഴശ്ശിരാജ സിനിമയില് മമ്മൂട്ടിക്ക് കൂട്ടായി കുറിച്യരുടെ പോരാട്ടം കണ്ടിട്ടില്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്താൻ പഴശ്ശിയെ ഒരുപാട് സഹായിച്ചു. ശരി, അടുത്തത് ദേശീയ ഗാനത്തിൽ നിന്ന്. ശ്രദ്ധിക്കണേ, ഇന്ത്യയുടെ ദേശീയ ഗാനത്തിലെ ദ്രാവിഡ ഉദ്ഗല ബംഗ എന്ന വരിയിലെ ഉദ്ഗല എന്നത് ഇന്നത്തെ ഏത് സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഒഡീഷ. പഴയ പേര് ഒറീസ എന്നായിരുന്നു. ജനഗണമനയിലെ ഒരു വരിയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ് ഒഡീഷയെ സൂചിപ്പിക്കുന്ന ഉദ്ഗല. അപ്പോ നമ്മുടെ ദേശീയ ഗാനത്തിൽ ഒഡീഷയുമുണ്ട്. അടുത്തത് വീണ്ടും ഭൂമിശാസ്ത്രം. കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ്? ഉത്തരം
വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്തുള്ള ഭാഗമാണ് വയനാട്. അതായത് ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരുവിധം നിരപ്പായ സ്ഥലം. വീണ്ടും വയനാട്. വയനാടിന് എന്തൊക്കെ പ്രത്യേകതകളാണല്ലേ? ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ കൂട്ടുകാരെ? ക്വിസിന് ഇതൊക്കെ വരും കേട്ടോ. അടുത്തത് ഇന്ത്യയുടെ ചരിത്രം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാർ അതിനെ സിപായി ലഹള എന്ന് വിളിച്ചപ്പോൾ ഇന്ത്യക്കാർ അതിനെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ വലിയ സംഘടിത പോരാട്ടമായിരുന്നു അത്. ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച മഹത്തായ വിപ്ലവം. അടുത്തത് ഒരു സത്യാഗ്രഹം. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്? അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ആവശ്യപ്പെട്ട് കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലായപ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സത്യാഗ്രഹം പിൻവലിക്കുകയായിരുന്നു. ഓഹോ. പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. ഗാന്ധിജി പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? അടുത്തതൊരു പാട്ടാണ്. വരിക വരിക സഹചരേ, സഹന സമര സമയമായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവേളയിൽ മുഴങ്ങിയ ഈ വരികൾ ആരുടേതാണ്? ഇത് അംഷി നാരായണപിള്ള എഴുതിയതാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായ പയ്യന്നൂരിലെ സമരത്തിന് ആവേശം പകർന്ന ദേശഭക്തി ഗാനമാണിത്. പാട്ടുകൾ കേട്ടാൽ തന്നെ ഒരു ആവേശം വരുമല്ലേ? ബോബനും മോളിയും കോമിക്സിൽ പാട്ടുപാടി നടക്കുന്ന പോലെ. അടുത്തത് കലാരംഗത്തേക്ക്. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹത് വ്യക്തി ആരായിരുന്നു? അത് മഹാകവി വള്ളത്തോൾ നാരായണമേനോനാണ്. നമ്മുടെ തനത് കലാരൂപങ്ങളായ കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം എന്നിവയെ സംരക്ഷിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയാണ് അദ്ദേഹം 1930 ഇത് സ്ഥാപിച്ചത്. കഥകളി കാണാൻ എന്ത് രസാണല്ലേ? കലാമണ്ഡലം ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്. അടുത്ത ചോദ്യം ജീവശാസ്ത്രത്തിൽ നിന്നാണ്. സൂക്ഷിക്കണേ, ഏറ്റവും വലിയ തവള ഏതാണ്? ഉത്തരം ഗോലിയാത്ത് തവള. ഗൊല്ലിയാത്ത് ഫ്രോഗ് എന്ന ഇംഗ്ലീഷിൽ പറയും. പശ്ചിമ ആഫ്രിക്കയിലെ കാടുകളിലാണ് ഇവയെ കാണുന്നത്. ഒരു ചെറിയ പൂച്ചക്കുട്ടിയുടെ അത്രയൊക്കെ വലിപ്പം വെക്കുമെന്നാണ് പറയുന്നത്. പൂച്ചയുടെ അത്രയും വലിയ തവളയോ? എന്റെ ദൈവമേ, ഭാഗ്യം നമ്മുടെ തൊടിയിലില്ല. അടുത്തത് ഗാന്ധിജിയിലേക്ക്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമര പരീക്ഷണം ഏതായിരുന്നു? അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകർക്കു വേണ്ടി ബ്രിട്ടീഷ് ഭൂവുടമകൾക്കെതിരെ നടത്തിയ സമരമായിരുന്നു അത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം. അടുത്തതൊരു ദുരന്ത സംഭവം. ജാലിയൻ വാലാബാഗ് സംഭവം ഏതു വർഷമാണ് നടന്നത്? ഉത്തരം 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗ് എന്ന മൈതാനത്ത് സമാധാനപരമായ യോഗം ചേർന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിയുതിർത്തു. 100 കണക്കിന് ആളുകൾ മരിച്ചു. അടുത്തത് ഒരു ധീരമായ പ്രഖ്യാപനം. സ്വാതന്ത്ര്യം എന്റെ ജന്മവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച മഹത് വ്യക്തി ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ തിലകൻ എന്നും അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരും. അടുത്തതും ഒരു മഹത് വാക്യം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച മഹത് വ്യക്തി. അത് മഹാത്മാഗാന്ധി. അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നത് തന്നെയായിരുന്നു ലോകത്തിനുള്ള ഏറ്റവും വലിയ സന്ദേശം. സത്യവും അഹിംസയുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കാതൽ. ഗാന്ധിജിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു അല്ലേ? അടുത്തത് ഭൂമിയെക്കുറിച്ച്. ഭൂമി ഒരു പ്രാവശ്യം സ്വയം കറങ്ങാൻ, അതായത് ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഏകദേശം 24 മണിക്കൂർ. കൃത്യമായി പറഞ്ഞാൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഈ കറക്കം കൊണ്ടാണ് നമുക്കൊരു ദിവസത്തിൽ രാവും പകലും ഉണ്ടാവുന്നത്. ഭൂമി ഒരു ജയന്റ് പമ്പരം പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കരം. അടുത്തത് ആകാശത്തിലെ കാഴ്ച. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ ഒരേ നേർരേഖയിൽ വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ ഒരേ വശത്തു വരുന്നതിന്, അതായത് ചന്ദ്രൻ നടുവിൽ വരുമ്പോൾ എന്തു പറയുന്നു? അതിനെ കറുത്ത വാവ് അഥവാ അമാവാസി, ന്യൂമൂൺ എന്ന് പറയും. ഈ ദിവസം ചന്ദ്രന്റെ പ്രകാശമില്ലാത്ത ഭാഗം ഭൂമിക്ക് നേരെ വരുന്നതുകൊണ്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. ഓ, അമാവാശയ്ക്ക് രാത്രിയിൽ നല്ല ഇരുട്ടായിരിക്കും. അടുത്തത് ബഹിരാകാശം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. 1975 ഏപ്രിൽ 19 ഇത് വിക്ഷേപിച്ചത്. പുരാതന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ആര്യഭട്ടന്റെ പേരാണ് ഇതിന് നൽകിയത്. ബഹിരാകാശത്തേക്ക് നമ്മളയച്ച ആദ്യത്തെ സൂത്രൻ. കൊള്ളാം. അടുത്തത് എല്ലാവർക്കും അറിയുമായിരിക്കും. ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയതാര്? അത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ജനഗണമന. യഥാർത്ഥത്തിൽ ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം ഇതെഴുതിയത്. നമ്മള് സ്കൂൾ അസംബ്ലിയിൽ എപ്പോഴും പാടാറില്ലേ? ദേശീയഗാനം കേൾക്കുമ്പോഴെപ്പോഴും ഒരു അഭിമാനം തോന്നും. അടുത്തത് വായിൽ കപ്പലോടിക്കുന്ന ചോദ്യം. നമ്മുടെ ദേശീയ ഫലം ഏതാണ്? ഉത്തരം മാങ്ങ. പഴങ്ങളുടെ രാജാവായ മാമ്പഴം. മാമ്പഴം ഇഷ്ടമില്ലാത്തവരാരുണ്ട്? ഹായ്.
അടുത്തത് ഉരുക്കുപോലെ ഉറച്ച ചോദ്യം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പല നാട്ടുരാജ്യങ്ങളായി കിടന്ന ഇന്ത്യയെ ഒന്നിച്ചു ചേർക്കാൻ ഉരുക്കുപോലുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. ശരിക്കും ഒരു അയൺ മാൻ. അടുത്തത് മറ്റൊരു ധീര നേതാവ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA നേതൃത്വം വഹിച്ച ഈ മഹത് വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കും. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. നേതാജിയുടെ ധൈര്യം അത് അപാരം തന്നെ. അടുത്തത് നമ്മുടെ സ്വന്തം കലാരൂപം. കുഞ്ചൻ നമ്പ്യാർ തുടക്കം കുറിച്ച കലാരൂപം ഏത്? അത് ഓട്ടംതുള്ളലാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തമാശയും കാര്യവും ഇടകലർത്തി പറയുന്ന ഒരു തുള്ളൽ കലാരൂപം. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ 3 തരം തുള്ളലുണ്ട്. സ്കൂളിൽ ഓട്ടംതുള്ളൽ കണ്ടിട്ടുള്ളവർ കൈപൊക്കിക്കേ. നല്ല രസമാണല്ലേ. അടുത്തത് വീണ്ടും ആകാശം. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം. ഭൂമി എങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. രാത്രി ആകാശത്ത് ചിരിക്കുന്ന നമ്മുടെ അമ്പിളി അമ്മാവൻ. അടുത്തത് സയൻസിൽ നിന്ന്. 3 അവസ്ഥയിലും, അതായത് ഖരം, സോളിഡ്, ദ്രാവകം, ലിക്വിഡ്, വാതകം, ഗ്യാസ്, ഈ 3 അവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന പദാർത്ഥമേതാണ്? അത് ജലം അഥവാ വെള്ളം, വാട്ടർ. ഐസ് കട്ട, ഖരം, നമ്മൾ കുടിക്കുന്ന വെള്ളം, ദ്രാവകം, നീരാവി, വാതകം. ഈ 3 രൂപത്തിലും വെള്ളമുണ്ടാകും. ഓ, വെള്ളം ഒരു മാന്ത്രികനാണല്ലേ. രൂപം മാറിക്കൊണ്ടേയിരിക്കും. അടുത്തത് മീനുകളുടെ കാര്യം. മത്സ്യങ്ങൾ ശ്വസിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? ഉത്തരം ശകുലങ്ങൾ അഥവാ ചെകിളപ്പൂക്കൾ. ഇംഗ്ലീഷിൽ ഗിൽസ് എന്ന് പറയും. വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജനെ വലിച്ചെടുക്കാനാണ് മീനുകൾ ഇതുപയോഗിക്കുന്നത്. നമ്മൾ മൂക്കുകൊണ്ട് ശ്വാസമെടുക്കുമ്പോൾ മീനുകൾക്ക് ഗിൽസ് എന്ന സൂപ്പർ പവറുണ്ട്. കിടു. ഓക്കെ, അടുത്തത് ഒരു പ്രധാന ദിനം. ലോക അധ്യാപക ദിനം എന്ന്. അത് ഒക്ടോബർ 5 ലോകമെമ്പാടുമുള്ള ടീച്ചർമാരെ ഓർക്കാനും ബഹുമാനിക്കാനുമുള്ള ദിവസം. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 കേട്ടോ. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം. അതെ. അപ്പൊ ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. നമ്മുടെ ടീച്ചർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ദിവസം. അടുത്തതൊരു വിളിപ്പേര്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചതാര്? അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ ലളിതമായ വസ്ത്രധാരണത്തെ ഒരു തരം പരിഹാസത്തോടെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഗാന്ധിജിയുടെ ലാളിത്യം ചിലർക്ക് പരിഹാസമായിരുന്നു. കഷ്ടം. അടുത്തത് സൗരയൂഥത്തിലെ ഭീമൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമേത്? ഉത്തരം വ്യാഴം, ജൂപ്പിറ്റർ. ഭൂമിയേക്കാൾ ഏകദേശം 11 മടങ്ങ് വ്യാസവും 300-ലധികം മടങ്ങ് ഭാരവുമുണ്ട് വ്യാഴത്തിന്. ഹോ, ഭൂമിയേക്കാളും ഒരുപാട് വലുത്. സൗരയൂഥത്തിലെ ബിഗ് ബോസ്. ഇതിന് ഒരുപാട് ഉപഗ്രഹങ്ങളും, അതായത് ചന്ദ്രന്മാരുമുണ്ട്. അടുത്തത് പുതിയ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏത്? അത് തെലങ്കാനയാണ്. 2014 ജൂൺ 2 ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനം. ഹൈദരാബാദാണ് ഇപ്പോൾ തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിന്റെയും താൽക്കാലിക തലസ്ഥാനം. അപ്പോ തെലങ്കാനയാണ് ഇന്ത്യയിലെ ഏറ്റവും പുതിയ കുട്ടി. അടുത്തത് കേരളത്തിലെ പുഴകളെക്കുറിച്ച്. കേരളത്തിലാകെ എത്ര നദികളാണുള്ളത്? ആകെ 44 നദികൾ. ഇതിൽ 41 പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്നു. 3 അതായത് കബനി, ഭവാനി, പാമ്പാർ എന്നിവ കിഴക്കോട്ടൊഴുകി കാവേരി നദിയിൽ ചേരുന്നു. 44 പുഴകൾ. നമ്മൾ ശരിക്കും പുഴകളുടെ നാടാണ്. അടുത്തത് ചന്ദ്രനിലേക്കൊരു യാത്ര. ആദ്യമായി ചന്ദ്രനിലേക്ക് ഇറങ്ങിയത് ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. അമേരിക്കയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 അദ്ദേഹം ചന്ദ്രനിൽ കാലുകുത്തിയത്. ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തിയ മനുഷ്യൻ. ഇതൊരു ചെറിയ കാൽവെപ്പ്, പക്ഷേ മനുഷ്യരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്നാണ് അദ്ദേഹം അപ്പോൾ പറഞ്ഞത്. കിടുക്കി. അടുത്തതും ചന്ദ്രനെക്കുറിച്ച്. ഒരു വെളുത്തവാവ്, അതായത് പൗർണമി മുതൽ അടുത്ത വെളുത്തവാവ് വരെ ഏകദേശം എത്ര ദിവസങ്ങളുടെ ഇടവേളയാണുള്ളത്? ഏകദേശം 29.5 ദിവസങ്ങൾ. ഇതിനെയാണ് ഒരു ചാന്ദ്രമാസം, ലൂണാർ മന്ത് എന്ന് പറയുന്നത്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ ചുറ്റിവരാൻ എടുക്കുന്ന സമയം. ഓ, അപ്പോൾ അമ്പിളിയമ്മാവന് ഭൂമിയെ ചുറ്റിവരാൻ ഏകദേശം ഒരു മാസം വേണം. അടുത്തത് ഒരു തലസ്ഥാനം. ഹരിയാന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമേത്? ഉത്തരം ചണ്ഡിഗഡ്. ഇത് പഞ്ചാബ് സംസ്ഥാനത്തിന്റെയും തലസ്ഥാനമാണ്. അതുപോലെ ചണ്ഡിഗഡ് ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. ഓഹോ, 2 സംസ്ഥാനങ്ങൾക്ക് ഒരു തലസ്ഥാനം, അതും ഒരു കേന്ദ്രഭരണ പ്രദേശം. കൊള്ളാം. അടുത്തത് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമേത്? അത് ഗുജറാത്താണ്. ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഗുജറാത്തിലാണ്. പിന്നെ റാൻ ഓഫ് കച്ച് എന്ന വലിയ ഉപ്പുപാടം ഇവിടെയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഗുജറാത്ത്. അപ്പോ തെക്കേയറ്റത്തോ? ഇന്ത്യയുടെ തെക്കേയറ്റത്തിലെ സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം. കന്യാകുമാരി തമിഴ്നാട്ടിലാണ്. നമ്മുടെ അയൽക്കാരായ തമിഴ്നാടാണ് തെക്കേയറ്റത്ത്. അടുത്തത് കേരളത്തിലെ തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? അത് ശാസ്താംകോട്ട തടാകം. കൊല്ലം ജില്ലയിലാണത്. കായലുകളുടെ റാണി എന്നും ഇതിന് ഒരു പേരുണ്ട്.
ശാസ്താംകോട്ടയിലെ വെള്ളത്തിന് പ്രത്യേക രുചിയാണെന്ന് പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ? അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമേത്? ഉത്തരം പസഫിക് സമുദ്രം. ശാന്തസമുദ്രം എന്നും പറയും. ഭൂമിയിലെ ഏറ്റവും വലുതും ഏറ്റവും ആഴമുള്ളതുമായ സമുദ്രമാണിത്. ഭൂമിയുടെ 1/3 ഭാഗത്തോളം വലുതാണ് ഈ കടൽ. പേര് ശാന്തസമുദ്രം എന്നാണെങ്കിലും ഇവിടെ വലിയ തിരമാലകളും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അടുത്തത് തണുപ്പുള്ളൊരിടം. ദക്ഷിണ ധ്രുവത്തിൽ, അതായത് സൗത്ത് പോളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? അത് അന്റാർട്ടിക്ക. എപ്പോഴും മഞ്ഞു മൂടിക്കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം. അവിടെ സ്ഥിരമായി ജനവാസമില്ല, ഗവേഷണ കേന്ദ്രങ്ങൾ മാത്രമേ ഉള്ളൂ. പെൻഗ്വിനുകളുടെ സ്വന്തം നാട്. നല്ല തണുപ്പായിരിക്കും. അടുത്തത് കലണ്ടറിലെ കണക്ക്. ഒരു അതിവർഷത്തിൽ, ലീപ് ഇയറിൽ എത്ര കലണ്ടർ ദിനങ്ങളാണുള്ളത്? ഉത്തരം 366. സാധാരണ വർഷത്തിൽ 365 ദിവസമാണുള്ളത്. എന്നാൽ ഓരോ 4 വർഷം കൂടുമ്പോഴും ഫെബ്രുവരി മാസത്തിന് 29 ദിവസമുണ്ടാകും. അതാണ് അതിവർഷം. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തിലെ ചെറിയ വ്യത്യാസം ശരിയാക്കാനാണ് ഈയൊരു ദിവസം കൂട്ടുന്നത്. അപ്പോ ലീപ് ഇയറിൽ ജനിച്ചവരുടെ ബർത്ത്ഡേ 4 കൊല്ലത്തിലൊരിക്കലേ വരൂ. കഷ്ടം. അടുത്തത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? അത് മൗസിൻ റാം എന്ന സ്ഥലത്താണ്. മേഘാലയ സംസ്ഥാനത്തിലാണ് ഈ സ്ഥലം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. മേഘങ്ങളുടെ നാടായ മേഘാലയയിലെ മഴഗ്രാമം. എപ്പോഴും കുട വേണമായിരിക്കും അവിടെ. അടുത്തത് മരം സ്നേഹം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. മരങ്ങൾ വെട്ടുന്നത് തടയാനായി ഗ്രാമീണർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, മരങ്ങളെ കെട്ടിപ്പിടിച്ചു നിന്ന സമരരീതിയാണ് ചിപ്കോ പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിലാണ് ഇത് പ്രധാനമായും നടന്നത്. മരങ്ങളെ കെട്ടിപ്പിടിച്ച് രക്ഷിച്ച ആളുകൾ. മരം നമ്മുടെ കൂട്ടുകാരനാണ്, അവരെ സംരക്ഷിക്കണം. അടുത്തത് ഒരു വിഷപ്രയോഗം. വിയറ്റ്നാമിനെതിരായ യുദ്ധത്തിൽ ഏജന്റ് ഓറഞ്ച് എന്ന രാസായുധം ഉപയോഗിച്ച രാജ്യം ഏത്? അത് അമേരിക്ക USA ആണ്. വിയറ്റ്നാം യുദ്ധകാലത്ത് കാടുകൾ നശിപ്പിക്കാനും ശത്രുക്കൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റാതാക്കാനും വേണ്ടി അമേരിക്കൻ പട്ടാളം ഉപയോഗിച്ച അതിമാരകമായ ഒരു കളനാശിനിയായിരുന്നു ഇത്. ഇത് മനുഷ്യർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കി. അയ്യോ, യുദ്ധം എപ്പോഴും ഭീകരമാണ്. അടുത്തത് നിയമരംഗത്തേക്ക്. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആര്? ഉത്തരം ജസ്റ്റിസ് M. ഫാത്തിമ ബീവി. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വനിതയാണ് ഈ പദവിയിലെത്തിയ ആദ്യത്തെയാൾ എന്നത് ഒരു അഭിമാനമാണ്. അതെ, കേരളത്തിൽ നിന്നൊരു വനിത സുപ്രീം കോടതിയിൽ. അഭിമാനം. അടുത്തത് കേരളത്തിലെ ആദ്യ മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? അത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. 1957-ലെ ആദ്യ EMS മന്ത്രിസഭയിലെ അംഗമായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പല പ്രധാനപ്പെട്ട മാറ്റങ്ങളും കൊണ്ടുവന്നയാളാണ്. അപ്പോ നമ്മുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അടുത്തത് ഒരു പുസ്തകം. ദൈവദശകം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. 10 ശ്ലോകങ്ങൾ മാത്രമുള്ള വളരെ ലളിതമായ ഭാഷയിലുള്ള ഒരു പ്രാർത്ഥനാഗീതമാണിത്. 10 വരികളിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ പറയുന്ന പുസ്തകം. അടുത്തത് ഒരു വീട്ടുപേര്. രാജ്ഭവൻ ആരുടെ ഔദ്യോഗിക വസതിയാണ്? ഉത്തരം സംസ്ഥാന ഗവർണർ. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ഗവർണർക്ക് താമസിക്കാനും ഓഫീസ് പ്രവർത്തിക്കാനുമുള്ള ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ എന്ന് പറയുന്നത്. അപ്പൊ ഗവർണറുടെ വീടാണ് രാജ്ഭവൻ. അടുത്തത് അന്താരാഷ്ട്ര കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ, അതായത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? അത് നെതർലാൻഡാണ്. നെതർലാൻഡിലെ ഹേഗ് എന്ന നഗരത്തിലാണ് ഇതിന്റെ ആസ്ഥാനം. ഐക്യരാഷ്ട്രസഭയുടെ UN-ന്റെ പ്രധാനപ്പെട്ടൊരു നിയമസ്ഥാപനമാണത്. ഓ, ലോകത്തിലെ കേസുകളൊക്കെ തീർപ്പാക്കുന്ന വലിയ കോടതി ഹേഗിലാണുള്ളത്. അടുത്തത് തെരഞ്ഞെടുപ്പ് പ്രായം. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ഒരാൾക്ക് വേണ്ട കുറഞ്ഞ പ്രായം എത്ര? ഉത്തരം 21 വയസ്സ്. എന്നാൽ വോട്ട് ചെയ്യാൻ 18 വയസ്സ് പൂർത്തിയായാൽ മതി. അപ്പോ വോട്ട് ചെയ്യാൻ 18, മത്സരിക്കാൻ 21. ഇതോർത്തു വെക്കണേ കൂട്ടുകാരെ. അടുത്തത് ഇന്ത്യയിലെ ആദ്യ വനിതാ നേതാവ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ. ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയും ഇതുവരെ ഇവർ മാത്രമാണ്. ഇന്ത്യയെ നയിച്ച ശക്തയായ വനിത. അടുത്ത ചോദ്യം നേരത്തെ വന്നതാണ്, ഓർമ്മയുണ്ടോ നോക്കട്ടെ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? ഉത്തരം 1936. ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് ഈ വിളംബരം പുറപ്പെടുവിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹായ്, ഓർമ്മയുണ്ടല്ലോ, മിടുക്കർ. അടുത്തത് പുരാതന ഇന്ത്യയിലേക്ക്. മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? അത് പാടലിപുത്രം. ഇന്നത്തെ ബീഹാറിലെ പട്ന നഗരത്തിനടുത്തായിരുന്നു ഇത്. ചന്ദ്രഗുപ്ത മൗര്യൻ, അശോകൻ തുടങ്ങിയ പ്രശസ്ത രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം. കൊള്ളാം. അടുത്തത് പഴയ ഡൽഹിയിലേക്ക്. കമ്പോള പരിഷ്കരണം, അതായത് മാർക്കറ്റ് റീഫോംസ് നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആരായിരുന്നു? ഉത്തരം അലാവുദ്ദീൻ ഖൽജി. സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനും പൂഴ്ത്തിവെപ്പ് തടയാനും സൈന്യത്തിന് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കാനും വേണ്ടിയാണ് അദ്ദേഹം ഈ പരിഷ്കരണം നടപ്പിലാക്കിയത്. പണ്ടുകാലത്തും വിലക്കയറ്റം നിയന്ത്രിക്കാൻ നോക്കിയിരുന്നു.
കൊള്ളാം. അടുത്തത് നമ്മുടെ ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഉത്തരം കടുവ. റോയൽ ബംഗാൾ ടൈഗർ. കടുവകളെ സംരക്ഷിക്കാനായി പ്രോജക്ട് ടൈഗർ എന്ന പേരിൽ ഒരു വലിയ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കാടുകളിലെ രാജാക്കന്മാർ, വരേൻ പുലി. ഗർർ. അടുത്തത് ദേശീയ പതാക. നമ്മുടെ ദേശീയ പതാകയുടെ പേരെന്താണ്? ഉത്തരം ത്രിവർണ പതാക. ഹിന്ദിയിൽ തിരങ്ക എന്ന് പറയും. മുകളിൽ കുങ്കുമം, ധീരത, ത്യാഗം; നടുവിൽ വെള്ള, സത്യം, സമാധാനം; താഴെ പച്ച, വിശ്വാസം, സമൃദ്ധി; നടുക്ക് 24 ആരക്കാലുകളുള്ള നീലനിറത്തിലുള്ള അശോകചക്രം, ധർമ്മചക്രം. 3 നിറങ്ങളും നടുക്ക് അശോകചക്രമുള്ള നമ്മുടെ അഭിമാനം. പാറിപ്പറക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അടുത്തത് വീണ്ടും സൗരയൂഥം. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? ഉത്തരം ബുധൻ, മെർക്കുറി. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം കൂടിയാണ് ബുധൻ. സൂര്യന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞൻ ഗ്രഹം. അടുത്തത് പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം എന്ന്. ഉത്തരം ജൂൺ 5. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും അതിനായുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു ദിവസമാണിത്. അന്ന് നമ്മൾ സ്കൂളിൽ മരം നടാറില്ലേ? പ്രകൃതി നമ്മുടെ അമ്മയാണ്, അവളെ സംരക്ഷിക്കണം. അടുത്തതൊരു വിശേഷണം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കെ. കേളപ്പൻ. ഗാന്ധിയൻ ആദർശങ്ങളിൽ ഉറച്ചുനിന്ന് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിനും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കും, പ്രത്യേകിച്ച് വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾക്കും നേതൃത്വം നൽകിയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുന്നത്. കേരളത്തിന്റെ സ്വന്തം ഗാന്ധിജി. അടുത്തത് ഒരു പ്രണയകുടീരം. ഏത് നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം യമുനാ നദി. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുനാ നദിയുടെ കരയിലാണ് ഷാജഹാൻ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ച താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ വെണ്ണക്കല്ലിൽ തീർത്ത കവിത. അടുത്തത് എളുപ്പമുള്ള ചോദ്യം. ഇന്ത്യയുടെ തലസ്ഥാനമേതാണ്? ഉത്തരം ന്യൂഡൽഹി. ഇത് കിട്ടാത്തവർ ആരും കാണില്ല. അടുത്തതും എളുപ്പമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാര്? ഉത്തരം മഹാത്മാഗാന്ധി. ബാപ്പുജി. അടുത്തത് ആദ്യത്തെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചാച്ചാജി, കുട്ടികളുടെ സ്വന്തം ചാച്ചാജി. ഓക്കെ, ഇനി കേരളത്തിലേക്ക്. കേരളത്തിൽ പുലികളിക്ക് പ്രശസ്തമായ സ്ഥലം ഏതാണ്? ഉത്തരം തൃശൂർ. 4-ാം ഓണത്തിന് തൃശൂർ സ്വരാജ് റൗണ്ടിൽ നടക്കുന്ന പുലികളി വളരെ പ്രശസ്തമാണ്. പുലിയുടെ വേഷം കെട്ടി വയറൊക്കെ കുലുക്കി ഡാൻസ് ചെയ്യുന്നത് കാണാൻ എന്ത് രസമാണ്. കണ്ടിട്ടുണ്ടോ? ഭയങ്കര കളറാണ്. അടുത്തത് വലിപ്പത്തിന്റെ കാര്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് വിസ്തീർണമനുസരിച്ച്? ഉത്തരം രാജസ്ഥാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന താർ മരുഭൂമി ഉൾപ്പെടുന്ന വലിയ സംസ്ഥാനമാണിത്. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏരിയയുള്ള സ്റ്റേറ്റ്. അടുത്തത് ഒരു പുസ്തകം. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയതാര്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. കേരള സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് ഐക്യ കേരളത്തെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം എഴുതിയ പ്രശസ്തമായ പുസ്തകമാണിത്. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി എഴുതിയ പുസ്തകം. അടുത്തത് ഏറ്റവും ചെറിയ പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലാണ് ഈ നദി. വെറും 16 കിലോമീറ്റർ മാത്രമാണിതിന്റെ നീളം. 16 കിലോമീറ്റർ. ഹോ, നടന്നുപോയാൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ. അടുത്തത് കായിക ലോകം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഉത്തരം ഹോക്കി. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പരമ്പരാഗതമായി ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കളിയായി കണക്കാക്കുന്നത്. ഒളിമ്പിക്സിൽ ഇന്ത്യ ഹോക്കിയിൽ ധാരാളം സ്വർണം നേടിയിട്ടുണ്ട്. ധ്യാൻചന്ദിനെ പോലുള്ള ഹോക്കി മാന്ത്രികരുടെ നാടാണ് ഇന്ത്യ. അടുത്തത് കേരളത്തിന്റെ സ്വന്തം പക്ഷി. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏത്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ, ഗ്രേറ്റ് ഹോൺബിൽ എന്ന് പറയും. വലിയ കൊക്കും അതിനു മുകളിലൊരു ഹെൽമെറ്റ് പോലെയുള്ള ഭാഗവുമുള്ള കാടുകളിൽ കാണുന്ന ഒരു വലിയ പക്ഷിയാണത്. കാട്ടിലിവയുടെ ചിറകടി കേട്ടാൽ ഹെലികോപ്റ്റർ വരുന്ന പോലെ തോന്നുമെന്നാ പറയുന്നത്. അത്ര വലിപ്പമുണ്ട്. അടുത്തത് ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണ സമിതിയുടെ, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. ഇന്ത്യയുടെ നിയമപുസ്തകം ഉണ്ടാക്കിയ പ്രധാന ആൾ. അടുത്തത് ഗാന്ധിജിയുടെ ജനനം. ഗാന്ധിജി ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം പോർബന്ദർ. ഗുജറാത്തിലൊരു തീരദേശ പട്ടണമാണ് പോർബന്ദർ. 1869 ഒക്ടോബർ 2-നാണ് അദ്ദേഹം ജനിച്ചത്. ഗാന്ധി ജയന്തി നമ്മൾ ഒക്ടോബർ 2-ന് ആഘോഷിക്കാറില്ലേ? അതാണ് സംഭവം. അടുത്തത് സംഗീതം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കർണാടക സംഗീതം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തരായ കർണാടക സംഗീതജ്ഞരിലൊരാളായിരുന്നു പാലക്കാട് സ്വദേശിയായ അദ്ദേഹം. ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂരിൽ എല്ലാ വർഷവും നടക്കാറുണ്ട്. അടുത്തതൊരു ആത്മകഥ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ആരുടെ ആത്മകഥയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ 1921 വരെയുള്ള ജീവിതത്തിലെ അനുഭവങ്ങളും ചിന്തകളും വളരെ സത്യസന്ധമായി വിവരിക്കുന്ന പുസ്തകമാണത്. ഗാന്ധിജിയുടെ ജീവിതകഥ അദ്ദേഹം തന്നെ എഴുതിയത് വായിച്ചിരിക്കേണ്ട ഒന്നാണ്.
നമ്മൾ തീരാറായി. ഒരു ചോദ്യം കൂടി. ശ്രദ്ധിച്ചിരിക്കണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ത്രികോണാകൃതിയിലുള്ള വലിയ ഉയർന്ന പ്രദേശമാണിത്. ഒരുപാട് സംസ്ഥാനങ്ങളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഹാഹോ, നമ്മൾ 93 ചോദ്യങ്ങൾ തീർത്തു. ഒരു രക്ഷയുമില്ല. എല്ലാവരും ഫുൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഇല്ലെങ്കിൽ പേടിക്കേണ്ട കേട്ടോ. ഒന്നുകൂടി ഓഡിയോ കേട്ട് നോക്കിയാൽ മതി. ഈ പോയിന്റുകളൊക്കെ ഓർത്തു വെച്ചാൽ ക്വിസിന് ഫുൾ മാർക്ക് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും സൂപ്പർ സ്റ്റാർസ് ആണ്. തീർച്ചയായും. ഓർക്കുക, ഈ ചോദ്യോത്തരങ്ങൾ ക്വിസ് മത്സരത്തിനു വേണ്ടി മാത്രമല്ല. ഇത് നമ്മുടെ നാടിനെയും ലോകത്തെയും കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു വഴി കൂടിയാണ്. അറിവ് നേടുന്നത് എപ്പോഴും രസകരമായ ഒരു കാര്യമാണ്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോ ക്വിസ് മത്സരത്തിൽ പോയി തകർക്കാൻ റെഡിയല്ലേ? എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പൊള്ളിച്ചടുക്കണം. നിങ്ങൾക്ക് എന്തായാലും പറ്റും. തീർച്ചയായും. നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയും. നല്ല ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കുക. പിന്നൊരു മുഖ്യമായ കാര്യം, ഈ സൂപ്പർ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപകാരപ്പെടില്ലേ? അവരും ക്വിസിൽ ജയിക്കണ്ടേ? അപ്പോ മറക്കാതെ ഇതവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. പിന്നെ ഇതുപോലെയുള്ള അടിപൊളി അറിവുകൾ ഇനിയും കിട്ടാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. പുതിയ അറിവുകളുമായി ഞങ്ങൾ വീണ്ടും വരും. ചിന്തിപ്പിക്കുന്ന സ്വരത്തിൽ. പോകുന്നതിനു മുൻപ് ഒരു കുഞ്ഞു ചോദ്യം. നമ്മളിന്ന് 93 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി. നിങ്ങൾക്ക് സ്വന്തമായി ഉത്തരം കണ്ടെത്താൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചോദ്യം മനസ്സിലുണ്ടോ? അത് ചിലപ്പോ ദിനോസറുകളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ബഹിരാകാശത്തെക്കുറിച്ചാകാം, എന്തിനെക്കുറിച്ചുമാകാം. ഒന്നാലോചിച്ചു നോക്കൂ, ആ ചോദ്യം എന്താണെന്ന്. ചിലപ്പോ അതിന്റെ ഉത്തരം കണ്ടെത്താനുള്ള യാത്രയായിരിക്കും ഏറ്റവും രസകരം. അപ്പൊ തൽക്കാലം ഞങ്ങൾ പോയിട്ട് വരാം. അടുത്ത തവണ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം.